ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഞാൻ ക്ലാസ് കുറച്ച് നാളായി എടുത്തിട്ട് നിങ്ങൾക്ക് എക്സാമിൻ്റെ സ്റ്റഡി ഹോളിഡേയ്സും അതിനോടൊപ്പം തന്നെ എക്സാമിനേഷനും പിന്നെ കുറച്ച് ദിവസം എനിക്ക് അഡ്മിഷൻ്റെ ചാർജ് ഉള്ളത് കൊണ്ട് കുറച്ച് ക്ലാസ്സുകൾ മിസ്സായിട്ടുണ്ട്. എനിവേ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നിങ്ങൾക്ക് ഈ ഭാഗം ഞാൻ അന്ന് ഫോട്ടോ കോപ്പി എടുത്ത് തന്നതിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. ഇനി ഈ ഒരു സെക്ഷൻ, അതായത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പും പാർട്ട്ണർഷിപ്പും കഴിഞ്ഞാൽ നിങ്ങളുടെ നോട്ട്സ് ഇനി തരാനുണ്ട്. അപ്പം നിങ്ങൾ ഇനി അടുത്ത ആഴ്ചയിൽ ഒരു ദിവസം വരികയാണെങ്കിൽ ബാക്കി നോട്ട്സും കൂടെ തരാം. നമ്മളിപ്പോൾ നമ്മുടെ ഫസ്റ്റ് മോഡ്യൂള് അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ഈ ഓപ്പണിൻ്റെ ഗ്രൂപ്പിൽ ആദ്യമായിട്ട്, അതായത് ഒരു ഓഗസ്റ്റ് 13th ഡാറ്റ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൽ സിലബസ് ഉണ്ടാവും. സിലബസ് ഒപ്പം ഒത്തു നോക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതിലെ ഫസ്റ്റ് മോഡ്യൂളിലെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്നൊക്കെയുള്ള കുറച്ച് ടോപ്പിക്സ് കിടക്കുന്നുണ്ട്. ഇനി അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന് കാരണം എന്താ വെച്ചാൽ, കഴിഞ്ഞ് നമ്മൾ എടുത്തു വന്ന മോഡ്യൂളിന്റെ ലാസ്റ്റ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പും പാർട്ട്ണർഷിപ്പിന്റെ രജിസ്ട്രേഷൻ ഒക്കെ കിടക്കുന്നുണ്ട്. അപ്പൊ അതിനോട് റിലേറ്റഡ് ആയിട്ട് ആ ടോപ്പിക് എടുത്തതാണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഫസ്റ്റ് മോഡ്യൂളിലേക്ക് വന്നു. ഇനിയൊക്കെ ക്ലാസ് ശ്രദ്ധിക്കുക. വേരിയസ് ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് 5 തരത്തിലുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്. ഒന്ന് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, മറ്റൊന്ന് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്, പാർട്ട്ണർഷിപ്പ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെ സംബന്ധിച്ചാണ്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് വെച്ചാൽ ഒരു വ്യക്തി മാത്രം നടത്തുന്ന ബിസിനസ്സിനെയാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുക. പലതരത്തിലുള്ള ബിസിനസ് ഉണ്ട്. 2 അതിലധികമോ ആൾക്കാർ ഷെയർ ആയിട്ട് നടത്തുന്ന ബിസിനസ് ഉണ്ട്, ഒരാൾ മാത്രം നടത്തുന്ന ബിസിനസ് ഉണ്ട്. അപ്പൊ ഇതിനെ വൺ മാൻ കമ്പനി എന്ന് വേണമെങ്കിൽ പറയാം. It is a popular form of business organization and is the most suitable form for small business, especially in their initial years of operations. It is a form of business organization which is owned, managed and controlled by an individual who is the recipient of all profit and bearer of all risk. ഇവിടെ ഒരു വ്യക്തി മാത്രമാണ് അതിന്റെ ഓണർ, മാനേജർ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന ആള്. മാത്രമല്ല മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ലാഭം കിട്ടിയാൽ അത് മൊത്തം അദ്ദേഹത്തിനുള്ളതാണ്. അതുപോലെ തന്നെയാണ് നഷ്ടം വന്നാലും അത് അദ്ദേഹം തന്നെ വഹിക്കണം. A sole proprietor is one who is the only owner of business. അപ്പൊ എന്താണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? ഒരു വ്യക്തി മാത്രം ഓൺ ചെയ്യുന്ന അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്ന, കൺട്രോൾ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിനെയാണ്. എന്ന് വെച്ചാൽ ഷോപ്പിൽ വേറെ ആൾ ഉണ്ടാവാൻ പാടില്ല എന്നല്ല അതിന്റെ അർത്ഥം. അതിന്റെ ഓണർഷിപ്പ് അല്ലെങ്കിൽ കൺട്രോളിങ് പവർ അല്ലെങ്കിൽ മാനേജിങ് പവർ ആ വ്യക്തിക്കാണ്. അപ്പൊ ഒരു പ്രത്യേകത എന്താ? He is the recipient of all profit and bearer of all risk. Okay. Next, features of sole proprietorship. നോട്ട്സ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇതിന്റെ പോയിന്റ്സ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എക്സ്പ്ലനേഷൻസ് നിങ്ങൾ ആ നോട്ടിൽ നോക്കി മനസ്സിലാക്കിയാൽ മതി. അടുത്തത് ഫസ്റ്റ് ഫീച്ചർ ഈസ് ഫോർമേഷൻ ആൻഡ് ക്ലോഷർ. അപ്പൊ ഒരാൾ തന്നെയാണ് അതിന്റെ ഫോർമേഷന് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് താല്പര്യം ഇല്ലെങ്കിൽ അത് അവസാനിപ്പിക്കുകയും ചെയ്യാം. ബാക്കി ആൾക്കാരുടെ കൺസെന്റ് നോക്കേണ്ട കാര്യമില്ല. എൻ്റെ കയ്യിൽ ഇത്ര ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട്, എനിക്കൊരു ബിസിനസ് തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് ബിസിനസ് തുടങ്ങാം. ഓക്കെ. അതുപോലെ തന്നെ എനിക്കിപ്പോൾ ബുദ്ധിമുട്ടാണ്, അത് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്നില്ല, എനിക്കത് അവസാനിപ്പിക്കാം. ദാറ്റ് ഈസ് ദ ഫോർമേഷൻ ആൻഡ് ക്ലോഷർ. ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് വൺ ഈസ് ദ ലയബിലിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞു ലയബിലിറ്റി. വാട്ട് ഈസ് ലയബിലിറ്റി? ബാധ്യത അല്ലെ? അപ്പോൾ ഈ ബിസിനസ് തുടങ്ങുകയും അവസാനിപ്പിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ ബിസിനസിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും കടം വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ എന്തുണ്ടാവും? ആരെങ്കിലും ഒക്കെ അത് സഹായിക്കാനായിട്ടുണ്ടാവും അല്ലെ? ഇതിനെ സംബന്ധിച്ച് അതില്ല. നഷ്ടം വന്നാൽ ഇദ്ദേഹം തന്നെ ലയബിൾ ആണ്. മാത്രമല്ല അതുപോലെ തന്നെയാണ് പ്രോഫിറ്റ് കിട്ടിയാലും ആർക്കും പങ്കുവെച്ച് കൊടുക്കേണ്ട കാര്യമില്ല. നെക്സ്റ്റ് വൺ ഈസ് സോൾ റിസ്ക് ബെയറർ ആൻഡ് പ്രോഫിറ്റ് റെസിപ്പിയന്റ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സോൾ റിസ്ക് ബെയറർ, റിസ്ക് ബെയർ ചെയ്യുന്നത് അദ്ദേഹം മാത്രമാണ്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ലഭിക്കുന്നതും അദ്ദേഹത്തിനാണ്. സിമ്പിൾ പോയിന്റ്സ് ആട്ടോ. ഇതെന്താ അറിയോ, നമ്മൾ +1 കുട്ടികൾ പഠിക്കുന്ന ടോപ്പിക്കാണ്. അത്രയും സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഈ സബ്ജക്റ്റ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും. ഓക്കെ. നെക്സ്റ്റ് കൺട്രോൾ. അപ്പൊ അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ കൺട്രോൾ ചെയ്യുക, തീരുമാനങ്ങൾ എടുക്കുക ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. മറ്റൊരാളുടെ ഒരു ഇന്റർഫിയറൻസ് അതിൽ വരുന്നില്ല. നെക്സ്റ്റ്, നോ സെപ്പറേറ്റ് എൻറ്റിറ്റി. അതൊരു മറ്റൊരു കാര്യമാണ്.
ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് ആണെങ്കിലോ ഒരു പാർട്ട്ണർ മരിച്ചാൽ മറ്റു പാർട്ട്ണർമാർ ആ ബിസിനസ് കൊണ്ട് നടത്താം. ഇദ്ദേഹത്തെ സംബന്ധിച്ച് സോൾ പ്രൊപ്രൈറ്ററെ സംബന്ധിച്ച് അവരുടെ മകനോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലോ നടത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ നടത്താം, ഇല്ല വെച്ചാൽ അദ്ദേഹത്തിനോട് കൂടിയിട്ട് ആ ബിസിനസ് അവിടെ അവസാനിക്കും. ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി, ബാക്ക് ഓഫ് ബിസിനസ് കണ്ടിന്യൂറ്റി, അത് ഈ പോയിന്റിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ലാക്ക് ഓഫ് ബിസിനസ് കണ്ടിന്യൂറ്റി എന്നത്. അതായത് ബിസിനസ് തുടർന്ന് കൊണ്ടുപോകുമോ എന്നുള്ളത്. ഇപ്പൊ അച്ഛൻ ഈ ബിസിനസ് നടത്തി മക്കൾക്ക് അതിൽ താല്പര്യം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ചിലപ്പോൾ അച്ഛൻ നടത്തി വിജയിച്ചു, അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം രക്ഷപ്പെട്ടെങ്കിൽ അത് തുടരുന്ന മക്കൾ ഉണ്ടായിരിക്കാം. മിക്കവാറും ആൾക്കാർ ഇന്നത്തെ ന്യൂ ജനറേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരെല്ലാവരും തന്നെ ഒരു വൈറ്റ് കോളർ ജോബ് ഉദ്ദേശിക്കുന്നവരാണ്. അച്ഛൻ ഒരു പലചരക്ക് കട നടത്തി, അച്ഛൻ അല്ലെങ്കിൽ ഒരു പച്ചക്കറി കട നടത്തി അത് തുടർന്നു കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം എല്ലാവരും ഉണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ തന്നെ പാരന്റ്സ് വിചാരിക്കുക ഞാൻ എഡ്യൂക്കേറ്റഡ് അല്ല, അല്ലെങ്കിൽ നമ്മൾ ഈ കടയൊക്കെ ആയിട്ട് നടന്നു, മക്കൾ അങ്ങനെ ചെയ്താൽ പോരാ എന്ന് ചിന്തിക്കുന്ന പാരന്റ്സ് ആണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തില്, എന്നാൽ തിരിച്ചു ചിന്തിക്കുന്നവരുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയണില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തില് ലാക്ക് ഓഫ് ബിസിനസ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് അൺസർട്ടൺ ആണ്. പക്ഷെ കമ്പയർ ചെയ്യുമ്പോൾ, പാർട്ട്ണർഷിപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പാർട്ട്ണറുടെ അഭാവത്തില് മറ്റു പാർട്ട്ണർമാർക്ക് അത് കൊണ്ടു നടക്കാനായിട്ട് സാധിക്കും. സോ ദാറ്റ് ഈസ് ദ ഫീച്ചേഴ്സ് ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച ടോപ്പിക് എന്ന് പറയുന്നത് വേരിയസ് ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്, പാർട്ട്ണർഷിപ്പ്, കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് ആൻഡ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. Firstly, we explained sole proprietorship. What is sole proprietorship? It is a form of organization which is owned, managed and controlled by an individual who is the recipient of all profit and a bearer of all risk. That is next one. Its features: formation and closure, liability, sole risk bearer and profit recipient, control, no separate entity, and lack of business continuity. Okay, thank you. See you next class.